അസ്സലാമു അലൈക്കും. മോക്ഷം തേടി എന്ന റമദാൻ പ്രോഗ്രാമിലെ ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് സാമൂതിരി ഫാമിലിയിൽപ്പെട്ട കോട്ടക്കൽ നിവാസിയായ പ്രവാസ ലോകത്ത് 30 വർഷത്തോളം തികക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടുകാരനും സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഗോപി നെടുങ്ങാടി എന്ന ഗോപിയേട്ടനെയാണ്. അദ്ദേഹത്തെ ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹലോ ഗോപിയേട്ട. നമസ്കാരം. റമദാൻ മാസത്തിൽ മുസ്ലിങ്ങളെ പോലെ നോമ്പെടുക്കുന്നത് സർവ്വസാധാരണമാക്കിയിരിക്കുന്ന താങ്കൾക്ക് മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് കാഴ്ചപ്പാട് എന്താണ്? ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് 29 വർഷം കഴിഞ്ഞു. 30 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിത്യവും ഒരു ദേശവും പ്രദേശവും നിവാസികളും രാജ്യവും ഒന്നടങ്കം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അവരിലൊരാളായി അവരുടെ കൂടെ നോമ്പെടുക്കാൻ ശ്രമിക്കുകയും 2 വ്യത്യസ്ത അവസരങ്ങൾ ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് ഈ അനുഷ്ഠാനം എന്ന് സത്യത്തിൽ നേരിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ എന്തൊരു കാര്യം മനസ്സിലാവുന്നത്. അതറിയാൻ വേണ്ടിയിട്ട്, നോമ്പ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ തവണ 3 ദിവസവും മറ്റൊരു തവണ 10 ദിവസവും തുടർച്ചയായിട്ട് നോമ്പെടുക്കുകയും അപ്പോൾ നോമ്പിൻ്റെ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാനൊരു അവസരം കിട്ടുകയും അതിൽ ഞാൻ സംതൃപ്തനുമാണ്. പിന്നീട് ഇത് അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും മനുഷ്യൻ, സമൂഹം, ആരോഗ്യം എന്നീ തലത്തിലൊക്കെ എന്താണ് നോമ്പ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം എന്ന തലത്തിലൊക്കെ ഇതിൻ്റെ പ്രസക്തി എന്നുള്ള ആഴത്തിൽ അറിയാൻ ഞാനൊരു ശ്രമം നടത്തുകയുണ്ടായി. ഇസ്ലാമിനെ കുറിച്ച് ഗോപിയേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? സന്തോഷം എന്ന് പറയട്ടെ, ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന നിലയ്ക്ക് ഒരു വേദമോ അല്ലെങ്കിൽ ബൈബിളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥമോ കിട്ടുന്നതിനുപരിയായി പലതവണ പലരിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു, പക്ഷേ ഇന്ത്യയിൽ 1 ഡസൻ വിശുദ്ധ ഖുറാന്റെ വ്യത്യസ്ത ഭാഷകളിലുള്ള കോപ്പികൾ പലരായാലും എനിക്ക് സംഭാവന തന്നതും ഈ ഒരു ഗ്രന്ഥം എൻ്റെ കൈ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ബഷീർ സൂചിപ്പിച്ച പോലെ കൗതുകത്തോടു കൂടി വായിക്കുക എന്നുള്ളത്, ഞാനത് ഒരു ദിവസം ഈ ഖുറാന്റെ അടുത്ത സുഹൃത്ത് തന്നപ്പോൾ ആദ്യം കിട്ടിയപ്പോൾ തന്നെ 1 ദിവസവും 2 രാത്രിയും കൊണ്ടാണ് ഞാനത് വായിച്ച് മനസ്സിലാക്കി. ഖുർആൻ പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്. ആ 1 ദിവസവും 2 രാത്രിയും കൊണ്ട് കൈ കിട്ടിയപ്പോൾ ട്രാൻസ്ലേഷൻ മദീന പ്രിന്റിംഗ് പ്രസ്സിലെ കിങ് ഫഹദ് പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച കിങ് ഫഹദ് അവിടുന്ന് വന്ന ആ വിശുദ്ധ ഖുറാന്റെ കോപ്പിയാണ് ഈ മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത്. അതിന് മുന്നേ യൂസഫ് അലിയുടെ അത് വായിക്കാൻ ശ്രമിക്കണ്ടായി, പക്ഷെ അത് സാമാന്യം ബൃഹത് വ്യാഖ്യാനമായതുകൊണ്ട് മുഴുമിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞ പോലെ 1 ദിവസം 2 രാത്രി കൊണ്ട് ഖുറാൻ വായിച്ച് തീർക്കാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായും പിന്നീട് വന്ന ചോദ്യങ്ങൾ അതിനോട് മറ്റ് ഈ അവിശ്വാസ പ്രമാണം എന്ന നിലയ്ക്ക് പിന്നീട് എനിക്ക് മനസ്സിലാവുകയും, കാരണം തൗഹീദ്, അതുപോലെ പ്രാർത്ഥന, മറ്റനുഷ്ഠാനം എന്ന നിലയ്ക്ക് റമദാനിൽ അനുഷ്ഠിച്ചു പോരുന്ന നോമ്പ്, ഉപവാസം അല്ലെങ്കിൽ നോമ്പ്, പിന്നീട് വരുന്ന നിർബന്ധമായിട്ടുള്ള സക്ക, അതുപോലെ ധനസ്ഥിതിയും ദേഹസ്ഥിതിയും അനുവദിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്തു പോരുന്ന ഹജ്ജ് എന്നുള്ള ഇങ്ങനെ ഈ പഞ്ചസ്തംഭങ്ങളിൽ, നിബന്ധനകളിൽ എന്തുകൊണ്ടും പ്രാമാണികമായ ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഒരു ജനതതി മുഴുവൻ അനുഭൂതിയോടുകൂടി അനുഭവിച്ചു പോകുന്ന ഒരു പാന്താവിൽ ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാനുള്ള ശ്രമമായിട്ടാണ് ഞാൻ ഈ ഫാസ്റ്റിങ്ങിനെ സമീപിക്കുകയും അത് അനുഷ്ഠിക്കാനുള്ള ഇടയാവുകയും ചെയ്തത്. അപ്പോൾ അത് തന്നിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതി. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിന്നീട് ഞാൻ ഈ മറ്റ് പല അന്വേഷണങ്ങളിലൂടെ ഈ ആധ്യാത്മിക ലോകത്തിലേക്കുള്ള അന്വേഷണം തുറന്നു വെച്ചപ്പോൾ ഈ ഉപവാസത്തിനെ കുറിച്ച്, ഇസ്ലാമിക ചിന്താധാരയിലെ റമദാനിലെ 1 മാസം നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് പറയാനുള്ള വിശേഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അന്യമതസ്ഥരും മറ്റുള്ളവരും പരമ്പരാഗതമായി ചെയ്തു പോന്നിരുന്നുവെങ്കിലും ഇത്രയും നിഷ്ഠയോടുകൂടി ഇത്രയധികം ജനങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഏകദാനമായി ചെയ്തു പോരുന്ന ഒരു നിഷ്ഠ എന്നുള്ള നിലയ്ക്ക് ഇന്ന് വളരെയധികം പ്രസക്തിയുള്ള ഒരു ഇസ്ലാമിൻ്റെ പഞ്ചബിംബങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു അനുഷ്ഠാനമാണ് ഉപവാസം. ഈ ഉപവാസത്തെ ആചാരം എന്നതിലുപരി അത് വിചാരത്തിൻ്റെ ധാരയിലേക്കും, ഈ വിചാരം നിങ്ങളുടെ അജിരേണ
ഇന്ന് ആധുനിക മനുഷ്യൻ എത്തി നിൽക്കുന്ന ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ശ്രേണികളെടുത്ത് അളക്കുമ്പോൾ ആരോഗ്യത്തിന് പ്രമാണം തന്നെ ബഷീറിന് അറിയാവുന്നതാണ്. ഏതാണ്ട് വേദങ്ങളോളം പഴക്കമുള്ള പ്രമാണമാണ് അന്നം ബ്രഹ്മ എന്നുള്ള പ്രമാണം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഭക്ഷണത്തിനെയും ജീവിത രീതിയെയും സമീപിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടതാണ്. ജീവിതത്തെ സമീപിക്കുമ്പോൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, വളരെ നല്ലൊരു ഉദാഹരണമാണ്. കാരണം പൂർണ്ണ ഗർഭവതിയായ ഒരു സ്ത്രീ തലയിലൊരു കുംഭം നിറയെ വെള്ളവും ഒക്കത്തൊരു കുട്ടിയും മറ്റേ കയ്യിൽ വേറൊരു കുംഭം വെള്ളവും എടുത്ത് എത്ര ശ്രദ്ധയോടുകൂടി നടന്നു നീങ്ങുന്നുവോ അനുനിമിഷം മനുഷ്യൻ ഇത്രയും ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇതിന് തത്തുല്യമായി സമസ്ത ജീവിതത്തിലും ആചാര്യൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹദീസുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മക്കയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും മദീനയോടൊക്കെ ഈ രാജ്യം മുഴുവൻ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. എൻ്റെ രാജ്യം കണ്ടതിലുപരി ഞാൻ ഈ രാജ്യം കണ്ടു. ഇവിടുത്തെ വാസികളുമായിട്ട് പലരുമായിട്ട് അവരുടെ ഭാഷയിൽ തന്നെ പലപ്പോഴും ഇടപഴകാൻ എനിക്ക് പറ്റി. അതുകൊണ്ട് ജീവിതത്തെ സമഗ്രമായി എങ്ങനെ സമീപിക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം വെച്ച് നോക്കുമ്പോൾ എങ്ങനെ സമീപിക്കണമെന്ന് കൃത്യനിഷ്ഠയോടെ പോകുമ്പോൾ വളരെ സുതാര്യമായൊരു തലത്തിലേക്ക് ഇസ്ലാം വെളിച്ചം വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി, ഒരുപാട് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ സന്തോഷത്തോടു കൂടി പറയട്ടെ, ലളിതമായി സാരമായി മനുഷ്യൻ്റെ ഹൃദയത്തോട് നേരിട്ട്, ഞാൻ എന്നും ഉറക്കെ പറയാനുള്ള ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ ഹൃദയത്തോട് നേരിട്ട് സംവദിക്കുന്ന ഗ്രന്ഥം എന്ന നിലയിൽ വിശുദ്ധ ഖുർആന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം വളരെ ചെറിയൊരു ഗ്രന്ഥമാണ്. 114 അധ്യായങ്ങളിൽ ചെറിയ അധ്യായങ്ങളിൽ വളരെ ലളിതമായി വായിച്ചു പോകുമ്പോൾ എന്നോടൊരു സ്നേഹിതൻ, ഒരു പണ്ഡിത ശാസ്ത്രത്തിൽ ഒരു സ്നേഹിതനോട് ചോദിക്കേണ്ടായി, താങ്കൾ വിശുദ്ധ ഖുർആൻ വായിച്ചു അല്ലെങ്കിൽ ജീവിച്ചാൽ എന്താണ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ അനുഭൂതി എന്താണ്? ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, വിശുദ്ധ ഖുർആൻ വായിച്ചതിന് ശേഷം ഭയം, പേടി അല്ലെങ്കിൽ അതുണർത്തുന്ന ഒരു ഉത്തരവാദിത്വ ബോധം എന്നുള്ളൊരു വിചാരമാണ്. ഭയത്തിൽ നിന്ന് ഉണർന്ന ഒരു ഉത്തരവാദിത്വ ബോധം ചേർന്ന ഒരു വികാരമാണ്, സമ്മിശ്രമായിട്ടുള്ളൊരു വികാരമാണ്. എനിക്ക് പെട്ടെന്ന് അത് വായിച്ച ഉടനെ എൻ്റെ മനസ്സിൽ ഇന്നും ഞാൻ ആ വായനയ്ക്ക് പിന്നീടും തിരിച്ചു പോകുമ്പോൾ എന്നിൽ ഉണർത്തുന്ന ആധികാരികമായിട്ടുള്ള വികാരം ഇത് തന്നെയാണ്. ഗോപിയേട്ടൻ്റെ നോമ്പിൻ്റെ ക്രമങ്ങൾ എങ്ങനെ? ഇപ്പോൾ സുബഹിൻ്റെ സമയത്ത് അതുപോലെ നോമ്പ് തുറ എങ്ങനെയായിരുന്നു? ഇത് ഒരു തുറന്ന സമൂഹത്തിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഏത് രീതിയിലാണ് ആ സമൂഹം, സ്വാഭാവികമായും കൂടെ ജോലി ചെയ്യുന്നവർ, ഒരു വേള ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ കൂടെ താമസിച്ചിരുന്നവർ, അപ്പോൾ അവർ ചെയ്തിരുന്ന നിഷ്ഠ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം രാവിലെ സുബഹി ബാങ്കിന് മുമ്പ് തന്നെ, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ നിഷ്ഠയോട് കൂടിയിട്ട് ആ ചര്യ തന്നെ തുടരുകയാണ് ഉണ്ടായത്. അവരെങ്ങനെ ചെയ്യുന്നോ അതുപോലെ അവരിലൊരാളായി അവരുടെ കൂടെ നിന്ന് ചിലപ്പോ പറ്റിയിട്ടുണ്ട്. കൂടെ താമസിക്കുന്ന സമയത്ത് വിഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് പലരോടും സ്വാഭാവികമായിട്ട് നമ്മൾ കൂടെ നിന്ന് അതിലൊക്കെ പങ്കാളിയായിട്ട്, അപ്പൊ നിങ്ങളിൽ മറ്റുള്ളവരൊന്നും വ്യത്യാസം വരുന്നില്ല. കാരണം അവിടെ കൂടെ ആരുണ്ടായാലും, ഇപ്പൊ ഞാനായാലും മറ്റുള്ളവരായാലും ഒറ്റയ്ക്ക് ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു വീട്ടിലെ അംഗം എന്ന നിലയിലാണ് നിങ്ങളവിടെ അപ്പൊ പെരുമാറുന്നതും. അപ്പൊ ആ നിഷ്ഠയോട് കൂടിയിട്ട്, അപ്പൊ ഇതൊരു സ്വാഭാവിക പരിണാമമായിട്ടാണ് നോമ്പോ അല്ലെങ്കിൽ ഉപവാസമോ അല്ലെങ്കിൽ ഇത് ഫാസ്റ്റിംഗ് നമ്മളിലേക്ക് കയറി വരുന്നത്. പക്ഷെ അതേ സമയത്ത് ജിദ്ദയിലെ പ്രവാസികൾക്കിടയിലെ വളരെ സുപരിതനാണ് ഗോപിയേട്ടൻ. അതുകൊണ്ട് തന്നെ മിക്ക പരിപാടിയിലെയും ഒരു അവിഭാജ്യ ഘടകമാണ്. ഞാൻ ചോദിക്കുന്നത് നോമ്പ് തുറയുള്ള പോലെയുള്ള പരിപാടികൾ പലപ്പോഴും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചിലപ്പോഴും ഒരു 10-20 ദിവസമൊക്കെ തുടർന്ന് ക്ഷണങ്ങൾ കിട്ടുകയും ഒരു വേള അതൊക്കെ നിരസിക്കേണ്ടി വരേണ്ട വക്കത്തോളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും പറ്റുമ്പോഴൊക്കെ ഞാൻ പോവാറുണ്ട്. ലോകത്തിലെ എല്ലാ മതങ്ങളും നോമ്പെടുക്കുന്നുണ്ട്, വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ആ വ്രതങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ ഈ വ്രതം എങ്ങനെ വേറിട്ടിരിക്കുന്നു? വളരെ ചുരുങ്ങിയ ഇത് ഒരു സംശയലേശമന്യേ 1.5 ബില്യൺ വരുന്ന ജനവിഭാഗങ്ങളിൽ ആചാരമായിട്ടാണെങ്കിലും ഇത്ര അധികം ജനങ്ങൾ ഒന്നിച്ച് ഏകദാനമായി ഒരു ആചാരത്തെ, ഒരു ഉപവാസം എന്ന അനുഷ്ഠാനത്തെ ഇത്ര തീവ്രതയോടും ഇത്രയധികം അനുഭൂതിയോടെയും മറ്റൊരു മതങ്ങളിലും സമീപിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഏകാദശി, ഷഷ്ടി, മണ്ഡലകാലം എന്ന രീതിയിൽ ഹിന്ദുക്കളും, അല്ലെങ്കിൽ ലെൻഡ്, അല്ലെങ്കിൽ അതിനോട് ചേർന്ന്, അല്ലെങ്കിൽ ക്രിസ്മസിനോട് ചേർന്ന് 25 ദിവസം വരുന്ന ഉപവാസം അനുഷ്ഠിക്കുന്ന ക്രിസ്ത്യാനികളോ ബൗദ്ധന്മാരോ അല്ലെങ്കിൽ ജൈനന്മാരോ ഒന്നും ഇത്ര നിഷ്ഠയോടെ, സമയനിഷ്ഠയോട് കൂടിയിട്ട് ഒരു ക്രമത്തിൽ 1 മാസത്തോളം വരുന്ന ഇത് ഒരു യുണീക്കായിട്ടുള്ള വളരെ
ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ഉപവാസത്തിൻ്റെ രീതിയാണ് ഇത്. ഒരു വലിയ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, ഇത് ആധ്യാത്മ ജീവിതത്തിലേക്കുള്ള വലിയ പ്രവേശികയാണ്. ശരീരത്തിൻ്റെ തലത്തിൽ നിന്ന് മനുഷ്യൻ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുന്ന ആദ്യത്തെ പീഠികയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള നിങ്ങളുടെ ആധ്യാത്മ പ്രയാണം വളരെയധികം സൗഭഗമായിരിക്കും, സുന്ദരമായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. പരിശുദ്ധ റമദാനിൽ ആത്മസംസ്കരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വ്രതാനുഷ്ഠാനം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കോടാനുകോടി മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരോട് സൗഹാർദ്ദം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതര മതവിഭാഗക്കാരും ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് റമദാനിലെ നോമ്പിൻ്റെ വലിയ പ്രത്യേകത. ഞങ്ങളെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിന് ഗോപിയേട്ടനോട് നന്ദി പറയുകയാണ്. സന്തോഷം. ഓക്കെ, ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു അവസരം തന്ന ജയ്ഹിന്ദ് ടിവിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതേസമയം ലോകത്തുള്ള സമസ്ത വിശ്വാസികൾ, ഇസ്ലാമിക വിശ്വാസികൾക്കും അവരുടെ എല്ലാവിധ നോമ്പ് ആചാരങ്ങളും വിചാരങ്ങൾക്കും സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും നോമ്പിന് ശേഷം വരുന്ന ഈദ് ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം.